സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത് കർശനമാക്കുമെന്ന് സർക്കാർ. സ്വത്ത് വിവരങ്ങൾ നൽകാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. സ്വത്ത് വിവരങ്ങൾ കൃത്യമാണോ എന്നും പരിശോധിക്കും. വിജിലൻസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് വിവരശേഖരണം കർശനമായി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരുന്നു. രശ്മി, ഈ സമീപകാലത്ത് വളരെ വിവാദമായൊരു വാർത്ത വന്നിരുന്നുവല്ലോ. ക്ഷേമ പെൻഷൻ പോലും കൈപ്പറ്റുന്ന സർക്കാർ ജീവനക്കാരുണ്ട്, അതിൽ ഗസറ്റഡ് ഓഫീസർമാരുണ്ട്, ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെയും ക്ഷേമ പെൻഷൻ കൂടി വാങ്ങി ജീവിക്കുന്നവരാണ് എന്നൊരു വാർത്ത വന്നിരുന്നു. അതിൽ അന്വേഷണവും നടന്നു വന്നിരുന്നു. ഇതിപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത് കർശനമാക്കുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? കൃഷിക്കാരുടെ സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതോടുകൂടിയാണ് ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത് കർശനമാക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ജീവനക്കാരും വർഷം സ്വത്ത് വിവരങ്ങൾ സമർപ്പിക്കാൻ സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്വത്ത് വിവര പട്ടിക സ്പാർക്ക് മുഖേന ഓൺലൈനായി സമർപ്പിക്കണം എന്നുള്ളതാണ് ഈ ഒരു മാർഗനിർദ്ദേശത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. സ്വത്ത് വിവരങ്ങൾ നൽകാത്തവർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളും. ഇവരെ സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം എന്നിവയ്ക്ക് പരിഗണിക്കില്ല എന്നുള്ളതും ഉത്തരവിൽ പറയുന്നുണ്ട്. എല്ലാ വർഷവും ജനുവരി 15-നകമാണ് കൈമാറേണ്ടത്. സ്വത്ത് വിവരങ്ങൾ കൃത്യമാണോ എന്നുള്ള പരിശോധനയും നടത്തും. പതിവായുള്ളൊരു സർക്കുലറാണ് ഇത്. എങ്കിൽ പോലും ഇത് ആദ്യമായാണ് വിവരശേഖരണവും പരിശോധനയും നടപടിയും കർശനമാക്കാനുള്ള തീരുമാനം. പക്ഷേ രശ്മി, മുൻപ് ഈ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട്, ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ട് എവിടെയും എത്തിയില്ലല്ലോ. ഇതും ഒരുതരം കണ്ണിൽ പൊടിയിടലാണോ? തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് പറയാം. ഇതും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം തന്നെയാണ്. കാരണം ഇതിനോടകം തന്നെ സർക്കാരിനെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം, വിമർശനമൊക്കെ പല തലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ സർക്കാർ ജീവനക്കാർ ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സംഭവം, അതും ഈ ക്ഷേമ പെൻഷനൊക്കെ അടക്കം ഈ 5 മാസത്തോളം ഈ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുന്ന മറ്റ് സാധാരണ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ എന്ന പോലെ വലിയ ഒരു അപ്പോഴത്തെ ആ ഒരു പ്രതിഷേധം തണുപ്പിക്കുന്നത്, അല്ലെങ്കിൽ വിമർശനങ്ങൾ തണുപ്പിക്കുന്നതിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പിന്നീട് അതിന്റെ തുടർ നടപടികളിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല. സമാനമായി തന്നെ ഈ ഒരു സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത് കർശനമാക്കും എന്ന ഒരു തീരുമാനത്തിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സർക്കാർ നിലവിൽ പുറത്തിറക്കിയ ഒരു മാർഗനിർദ്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇത്തരത്തിലാണ്. വിജിലൻസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് വിവരശേഖരണം കർശനമാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയുന്നു. പക്ഷേ ഇത് എത്രത്തോളം കാര്യക്ഷമമായി നടത്തും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കും. ശരി. സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത് കർശനമാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.